കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ആ ഒരു റാങ്കിങ്ങിന്റെ വിഷയം എല്ലാവർക്കും അറിയാലോ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കാത്തിരുന്നു നമ്മുടെ മുക്ത് മാണിക്കക്കല്ല് കമറുദ്ദീനിക്ക ഉണ്ടല്ലോ, പച്ചക്ക് കാര്യങ്ങൾ പറയുന്ന കമറുദ്ദീനിക്കാന്റെ ഒരു ട്രിപ്പിൾ സ്ട്രോങ് വീഡിയോ ആണ് ഞാനിവിടെ, അല്ലെങ്കിൽ ആ ഒരു വോയിസ് ആണ് ഞാനിവിടെ കേൾപ്പിക്കാൻ പോണത്. തീർച്ചയായിട്ടും കമറുദ്ദീനിക്കാരെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വരണം കേട്ടോ. ഇതേപോലുള്ള ആളുകൾ പ്രതികരിക്കണം. എന്നാലേ ഇവിടുത്തെ ഗവൺമെന്റിനും ഇതേപോലുള്ള ആളുകൾക്കൊക്കെ ഒരു ബോധം വരും. അതേപോലെ ഇവരുടെയൊക്കെ മാതാപിതാക്കളോട്, ഈ ക്രിമിനലുകളായ ആ ഒരു വിദ്യാർത്ഥികൾ എന്ന് പോലും പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ അറപ്പുളവാക്കുന്ന അവരുടെ മാതാപിതാക്കളോടും കമറുദ്ദീനൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, സത്യസന്ധമായ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനും അഭിപ്രായം പങ്കുവെക്കാനും. എന്റെ വിഷയം, കേരളത്തിൽ കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിനകത്ത് ഒരു വിദ്യാർത്ഥിയെ 5 പക്ക ക്രിമിനലുകൾ, അതായത് അൽഖായിദയിൽ നിന്നും പരിശീലനം നേടിയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന 5 പക്ക ക്രിമിനലുകൾ ഒരു വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട്, കൈയും കാലും കെട്ടിയിട്ട്, കോമ്പസ് കൊണ്ട് ആ വിദ്യാർത്ഥിയുടെ അസകലം വരച്ച് അതിലൂടെ ബ്ലഡ് വരുമ്പോ ആ ബ്ലഡിന്റെ മുകളിൽ, ആ മുറിവിന്റെ മുകളിൽ ലോഷൻ ഒഴിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥി പൊട്ടിക്കരയുമ്പോ ആ കരയുന്ന വിദ്യാർത്ഥിയുടെ കരച്ചിൽ കണ്ട് അട്ടഹസിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ചിരിക്കുന്ന 5 പക്ക ക്രിമിനലുകളുടെ വീഡിയോസ് ഞാനും നിങ്ങളും അടങ്ങുന്ന കേരളത്തിലെ, അല്ലെങ്കിൽ രാജ്യത്തെ, അല്ലെങ്കിൽ ലോകത്തെ ഒരുപാട് ജനങ്ങൾ കണ്ടതാണ്. കേരളം ഈ വിഷയത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ മുന്നിൽ, അല്ലെങ്കിൽ ലോകത്തിന്റെ മുന്നിൽ തലകുനിക്കുകയാണ്. എന്ത് റാഗിങ്ങാണിത്? ഇത് റാഗിംഗ് ആണോ? റാഗിങ്ങിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ നടന്നത്. ആ കുട്ടിയെ മാരകമായി പീഡിപ്പിച്ചില്ലേ, മാരകമായി റാഗ് ചെയ്തില്ലേ? ആ കുട്ടിയുടെ ലിംഗത്തിന്റെ മുകളിൽ ഇരുമ്പിന്റെ കഷ്ണം വെച്ചുകൊണ്ട് ആ കുട്ടിയെ വേദനിപ്പിച്ചില്ലേ? ആ കുട്ടിയെ മാരകമായി ആക്രമിച്ചില്ലേ? കോമ്പസ് കൊണ്ട് വരച്ചില്ലേ? 1 2 3 4 5 കുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയെ. ആ കുട്ടി കരയുമ്പോ, വേദന കൊണ്ട് പൊളയുമ്പോ ഈ പക്കാ ക്രിമിനലുകൾ അത് കണ്ട് ചിരിക്കുകയാണ്. സഹോദരന്മാരെ, എന്റെയോ നിങ്ങളുടെയോ വീട്ടിലാണ് ഇതുപോലെയുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വിഷമമുണ്ടാകും? നിങ്ങളുടെയും മക്കളാണ് ഇതുപോലെ, ഇഷ്ടം പോലെ നമ്മുടെ മക്കൾ സ്കൂളുകളിൽ, കോളേജുകളിൽ പഠിക്കുന്നില്ലേ? നമ്മുടെ കുടുംബത്താണെങ്കിൽ എത്ര വിഷമമുണ്ടാകും? ഇതുപോലെ ഒരു റാഗിംഗ് ഇന്ത്യയുടെ ചരിത്രത്തിൽ, വേണ്ട കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതിനെതിരെ എത്ര പേര് പ്രതികരിച്ചു? എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഫേസ്ബുക്ക് പേജുകളിലും ഇതിനെതിരെ പ്രതികരണങ്ങൾ വന്നു, പോസ്റ്റുകൾ ഉയർന്നു. എത്ര രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്? ഇവിടെ സാംസ്കാരിക നായകന്മാരോടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ, അല്ലെങ്കിൽ നോർത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ കേരളത്തിൽ ചാനലുകളിൽ ഇരുന്നു കൊണ്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന സാംസ്കാരിക നായകന്മാർ എത്ര പേർ ഇതിനെതിരെ ശബ്ദിച്ചു? അതുപോട്ടെ, എവിടെ സിനിമാ നടികൾ, എവിടെ സിനിമാ നടന്മാർ, എവിടെ മനുഷ്യാവകാശ കമ്മീഷൻ, എവിടെ രാജ്യത്തിന്റെ, അല്ലെങ്കിൽ കേരളത്തിന്റെ എത്ര മന്ത്രിമാർ ഇതിനെതിരെ ശബ്ദിച്ചു? ഇതിനെതിരെ ശക്തമായി ശബ്ദിക്കണം. ശബ്ദിച്ചിട്ടില്ലെങ്കിൽ ശബ്ദിക്കണം. ശബ്ദിച്ചവരുണ്ടെങ്കിൽ വളരെ സന്തോഷമുണ്ട്. ഇതൊന്നും ഒരിക്കലും വിട്ടുകൊടുക്കാൻ, ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത സംഭവമാണ് ഇതുപോലുള്ള റാഗിങ്, മാരകമായ റാഗിങ്. നമ്മളൊക്കെ പഠിച്ചതാണ്. നമുക്കൊന്നും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. കൈയും കാലും കെട്ടിയിട്ടിട്ട് കോമ്പസ് കൊണ്ട് ശരീരമാസകലം വരയ്ക്കുക, ബ്ലഡ് വരുന്ന സ്ഥലത്ത് ലോഷൻ ഒഴിക്കുക. കുട്ടി കരയുമ്പോ, ആ വിദ്യാർത്ഥിയായ കൊച്ചുകുട്ടി കരയുമ്പോ ഈ സീനിയർ വിദ്യാർത്ഥികളായ പരമാറികളായ പക്കാ ക്രിമിനലുകൾ അത് കണ്ടുകൊണ്ട് ചിരിക്കുക. ഇവരെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തു. അതായത് എനിക്ക് കേരളത്തിന്റെ സർക്കാരിനോട് പറയാനുള്ളത്, ഇത് അപൂർവമായ കേസാക്കി മാറ്റിക്കൊണ്ട് ഡൽഹിയിലെ നിർഭയയുടെ ഘാതകർക്ക് കൊടുത്ത ശിക്ഷ എന്താണോ ആ ശിക്ഷ ഈ പക്കാ ക്രിമിനലുകളായ ഈ 5 എണ്ണത്തിനും കൊടുത്തുകൊണ്ട് കേരളം രാജ്യം മാതൃകയാവണം. ഈ ക്രിമിനലുകളെ ഒരിക്കലും സംരക്ഷിക്കരുത്. ഈ ക്രിമിനലുകളെ ഒരിക്കലും ജയിലിനകത്തിട്ടിട്ട് എന്റെയോ നിങ്ങളുടെയോ നികുതിപ്പണം കൊണ്ട് ഈ ക്രിമിനലുകളെ തീറ്റിപ്പോറ്റരുത്. ഇതുപോലൊരു മാരകമായ റാഗിംഗ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നോർത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പേര് ശബ്ദിക്കുമായിരുന്നു. സിനിമാ നടികൾ, നടന്മാരൊക്കെ അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷം. രംഗത്ത് വന്നിട്ടില്ലെങ്കിൽ രംഗത്ത് വരണം. ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണം. കേരളത്തിന്റെ പല കോളേജുകളിലും പല സ്കൂളുകളിലും റാഗിംഗ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് റാഗിങ്ങിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇതേ കോട്ടയത്താണ് 23 വർഷങ്ങൾക്ക് മുന്നേ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ, രജനി എന്ന് പറയുന്ന വിദ്യാർത്ഥി 10ാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. അതും ഇതുപോലെ ഒരു റാഗിംഗ് ആണ് എന്നാണ് എന്റെ വിശ്വാസം. 23 വർഷങ്ങൾ കഴിയും, 23 25 വർഷങ്ങളാവും. റാഗിംഗ് ചില്ലറയല്ല സുഹൃത്തുക്കളെ. അതായത്
നമ്മൾ നമ്മുടെ വീടിന്റെ ആധാരം പണയം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പലിശക്കെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കടം വാങ്ങിക്കൊണ്ട്, ഉള്ള സ്വത്തിനെ വിറ്റുകൊണ്ട് മക്കൾക്കൊരു ഭാവി ഉണ്ടാവണം, നമ്മുടെ ഭാവി സുരക്ഷിതത്വമാവണം എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ എന്താ പറയാ, നമ്മുടെ എന്തെങ്കിലും ഉള്ളത് പണയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിറ്റുകൊണ്ട് ഇവരെ പഠിപ്പിക്കുമ്പോ, ഇവർ റാഗിങ്ങിന് ഇരയായ ഒരു സുപ്രഭാതത്തിൽ ഇവർ ആത്മഹത്യ ചെയ്യുമ്പോ, ഇവർ ഇല്ലാതെയാകുമ്പോ ഒരു കുടുംബം ഒന്നടങ്കം തകർന്നു പോവുകയാണ്. എത്ര വിഷമമുണ്ടാകും. അതുപോലെ ഈ റാഗിങ് നടന്നതിന്റെ പേരിൽ ഈ വിദ്യാർത്ഥി ദിവസങ്ങളോളം പറയാതിരുന്നു. എന്താ അത്? എന്തിനു പേടിക്കണം? ആരെ ഭയക്കണം? ഏത് വിദ്യാർത്ഥികളെ ഭയക്കണം? ഇവന്മാരാരാ ഇവരെയൊക്കെ ഭയക്കാൻ? റാഗിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമില്ലേ? വിദ്യാർത്ഥികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് റാഗിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പാളോട് പരാതി പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളോട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടപ്പിറപ്പുകളോട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട്, അല്ലെങ്കിൽ നിങ്ങൾ റാഗിങ് നടന്ന സ്ഥലത്തിന്റെ അടുത്ത പോലീസ് സ്റ്റേഷൻ ഏതാണോ പോലീസ് സ്റ്റേഷൻ പരിധി, ആ പോലീസ് സ്റ്റേഷനിലെ ബഹുമാനപ്പെട്ട SHOയോട്, അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറോട്, അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനോട്, അല്ലെങ്കിൽ കേരളത്തിന്റെ DGPയോട്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയോട്, എല്ലാ സംവിധാനങ്ങളും ഇരുന്ന ഇരിപ്പിന് ചെയ്യാനുള്ള കഴിവുകളുണ്ടല്ലോ നിങ്ങൾ വിദ്യാർത്ഥികളല്ലേ, മെയിൽ അയച്ചൂടെ? ഈ എന്താ പറയാ, ഈ റാഗിങ്ങിന് ഇരയാവുന്ന ആളുകളോട്, വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്ക് നിങ്ങൾക്ക് പരാതി മെയിലായിട്ട് അയക്കാമല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, എനിക്ക് നീതി കിട്ടണം, എനിക്ക് ജീവിക്കണം, എനിക്ക് പഠിക്കണം എന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങൾ ആരെ ഭയക്കണം? ഒരാളെയും ഭയക്കണ്ട. ഉള്ള കാര്യം ഓപ്പണായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയണം. ഇവർ മനുഷ്യരാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, മൃഗങ്ങൾ പോലും നാണിച്ചു പോകില്ല ഈ റാഗിങ്ങിന്റെ മുന്നിൽ? ഇരുകാലികളായ മനുഷ്യർ, അതായത് രണ്ടുകാലുള്ള നമ്മളെ പോലെ മനുഷ്യർ ഇതുപോലെ റാഗിങ് ചെയ്യോ? അൽഖ്വായിദയെ വെല്ലില്ലേ? ഐസിസിനെ വെല്ലില്ലേ? തീവ്രവാദികളെ വെല്ലുന്ന പ്രകടനമല്ലേ കേരളത്തിന്റെ വിദ്യാസമ്പന്നനായ വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കേരളത്തിലെ കുറച്ച് വിദ്യാർത്ഥികളായി പക്കാ ക്രിമിനലുകളായ വിദ്യാർത്ഥികൾ ചെയ്യുമ്പോ ഇവിടെയൊക്കെ പിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളതേ, നല്ല അല്ലെങ്കിൽ ഇതുപോലുള്ള മക്കൾക്ക് ജന്മം നൽകേണ്ടി വരും. ജന്മം നൽകിയാൽ ഇതുപോലെ കേരളം തലകുനിക്കേണ്ടി വരും. നിങ്ങളും നിങ്ങളുടെ വീടും സമൂഹത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വരും. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരും സമൂഹത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വരും. ഇതുപോലുള്ള പക്കാ ക്രിമിനലുകളെ പെറ്റ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വളർത്തുദോഷമാണ്, ഒരു സംശയം വേണ്ട. നിങ്ങൾ ഇങ്ങനെയാണോ മക്കളെ വളർത്തുക? മക്കൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ആഡംബരമായി ജീവിക്കാനുള്ള ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ 10,000 രൂപ ചെലവാണെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് മക്കളെ നല്ലപോലെ നന്നായി പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അഴിഞ്ഞാടാൻ വിടുകയല്ലേ? അങ്ങനെ നിങ്ങളുടെ വളർത്തുദോഷമല്ലേ ഈ പറയുന്ന മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം? അതുപോലെ ആ കോളേജ് പ്രിൻസിപ്പൾ എന്താ പറഞ്ഞത്? കോളേജ് പ്രിൻസിപ്പൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇവിടെ ഇങ്ങനെയൊന്നുമില്ല എന്നാണ്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഹോസ്റ്റൽ വാർഡനാണോ? ആരാണ്? കൊണ്ട് കേരളത്തിന് മാതൃകയാവണം. ജനങ്ങൾ എന്നും ഒരുപോലിരിക്കില്ല. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാരോടാണ് പറയണത്, ജനങ്ങൾ എന്നും ഒരുപോലിരിക്കില്ല. ചില ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ, രംഗത്ത് വരാൻ തുടങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഉള്ള കാര്യം പറയാം. പൊതുജനങ്ങൾ മൗനം പാലിക്കുന്നതിനും സമാധാനത്തിൽ ഇരിക്കുന്നതിനും ഒരു പരിമിതികളുണ്ട്. ഇങ്ങനെയുള്ള പക്കാ ക്രിമിനലോളികളെ ശക്തമായി ഇവർക്കെതിരെയുള്ള നിയമം ഉണ്ടാക്കണം. അപൂർവങ്ങളിൽ അപൂർവമായ കേസാക്കി മാറ്റിക്കൊണ്ട് ഈ ക്രിമിനലോളികളെ ഇല്ലായ്മ ചെയ്തിട്ട് കേരളവും രാജ്യവും മാതൃകയാവണം. ഒരു സ്ഥലത്തും ഇതുപോലെയുള്ള റാഗിംഗ് നടക്കാൻ അനുവദിക്കരുത്. അങ്ങനെ നടക്കുകയാണെങ്കിൽ അവർക്കെതിരെ ഇങ്ങനെ ഒരു ശിക്ഷ ഇവരെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലും കേരളത്തിലും എവിടെയും ഇതുപോലെ റാഗിംഗ് നടക്കില്ല. റാഗിംഗ് നടത്തുന്നവർ പോലും ചിന്തിക്കും, ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും റാഗിംഗ് നടത്തിയാൽ നമ്മളുടെ ജീവിതം ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കും. ഇങ്ങനെയുള്ള ഒരിക്കലും വൃത്തികെട്ടവന്മാരെ എന്റെയും നിങ്ങളുടെയും അടങ്ങുന്ന നികുതി പണത്തിൽ ജയിലിനകത്തിട്ട് തീറ്റിപ്പോറ്റരുത്. അതിന് പഴയ പോലെയൊന്നുമല്ല, പ്രതികരിക്കുന്നതിന് മയം വരുത്തിക്കൊണ്ട് പറയാണ്. ഇതുപോലെയുള്ള ളെക്കാൾ മോശമായ അൽഖ്വായിദയെയും ഐസിസിനെയും വെല്ലുന്ന ഇതുപോലെയുള്ള പക്കാ ക്രിമിനലുകളെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ നികുതി പണം കൊണ്ട് ഇവരെ ജയിലിൽ തീറ്റിപ്പോറ്റരുത്. തീറ്റിപ്പോറ്റുന്നതിനോട് ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ശക്തമായ എതിരഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ക്രിമിനലുകളുടെ ഇവരുടെ മുഖങ്ങൾ കേരളത്തിൽ എല്ലാവരെയും കാണിക്കണം. സോഷ്യൽ മീഡിയകളിലൂടെ എവിടെയൊക്കെ വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ പറ്റുമോ അവിടെയൊക്കെ വാൾ പോസ്റ്റ് ഒട്ടിക്കണം. ഇവന്മാരെ സംരക്ഷിക്കാൻ അമ്പുരാക്കന്മാർ ഏതെങ്കിലും സംഘടനകൾ രംഗത്ത് വരികയാണെങ്കിൽ അവരെയൊക്കെ നോട്ട് ചെയ്തോ, അവരെയൊക്കെ നല്ലപോലെ നോട്ട് ചെയ്ത് വെച്ചോ. എന്നിട്ട് നല്ല സമയം വരും, ആ സമയം വരുമ്പോൾ അതങ്ങ് ഉപയോഗിക്കുക. കൂടുതലൊന്നും പറയാനില്ല. ഇതുപോലെ ആർക്കും റാഗിങ്ങിൽ ഇരയാവുന്ന ഏതെങ്കിലും കുടുംബത്തിൽ ഇതുപോലെ റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പരാതി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരണം. ഒരിക്കലും വെളിയിൽ പറയാതെ മൗനം പാലിച്ചുകൊണ്ടിരിക്കല്ല. മൗനം അപകടമാണ്. മൗനം ജീവന് ഭീഷണിയാണ്. മൗനം ജീവനെ ഇല്ലാതാക്കും. പ്രതികരിക്കണം. പ്രതികരണശേഷി ഇല്ലാത്ത സമൂഹം, ഇല്ലാത്ത ജനത വളരെ നാശമാണ്, ലോകത്തിനെ നാശമാണ് എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിൽ ഗുരുവായൂരിലോ കോഴിക്കോടിലോ ആന ഇടഞ്ഞ് 2-3 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ആ കുടുംബത്തിലെ ദുഃഖത്തിലും കണ്ണീരിലും സങ്കടത്തിലും അവരുടെ എല്ലാറ്റിലും വിഷമത്തിലും പങ്കുചേർന്നുകൊണ്ട്
ഇങ്ങനെയൊരു സംഭവങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഒരു മേഖലകളിലും റാഗിംഗ് ഇല്ലാതിരിക്കട്ടെ. റാഗിംഗ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട്, നിയമമില്ലെങ്കിൽ നിയമം ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള പക്കാ ക്രിമിനലോളികളെ അപൂർവമായ കേസാക്കി മാറ്റിക്കൊണ്ട് ഭരണകൂടത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കുടുംബത്തും ഇങ്ങനെയുള്ള റാഗിംഗ് ഇല്ലാതിരിക്കട്ടെ, ഒരു വിദ്യാർത്ഥികൾക്കും ഇങ്ങനെയുള്ള ഒരു റാഗിംഗ് ഇല്ലാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ റാഗിംഗ് ചെയ്ത ക്രിമിനലോളികളെ നിങ്ങൾ നശിച്ച് നാശമായി നിങ്ങളുടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.